സമ്മിശ്ര കൃഷിയിലൂടെ കാർഷിക രംഗത്ത് മാതൃക തീർക്കുകയാണ് മീഞ്ച മടന്തൂർ സ്വദേശിയായ ഹരീഷ് എന്ന കർഷകൻ. ഹരീഷിന്റെ പച്ചപ്പണിഞ്ഞ തോട്ടത്തിൽ വിളയാത്ത വിളകൾ അപൂർവമാണ്. This news sponsored by ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. പച്ചപ്പണിഞ്ഞ ഹരീഷിന്റെ കൃഷിയിടം കണ്ണിന് കുളിർമയും പുത്തൻ തലമുറയ്ക്ക് കൃഷിയെക്കുറിച്ച് പഠിക്കാനുള്ള പാഠപുസ്തകവുമാണ്. നെല്ലും തെങ്ങും കവുങ്ങും കുരുമുളകും വിളഞ്ഞു നിൽക്കുന്ന പാടത്ത് വിളയാത്ത വിളകൾ അപൂർവമാണെന്ന് തന്നെ പറയാം. മഴക്കാലത്ത് പറമ്പിലും വേനൽക്കാലത്ത് പാടത്തുമാണ് കൃഷി ചെയ്യാറ്. ഒരു കൃഷി കൊണ്ട് മാത്രം ലാഭം കിട്ടാത്തത് കൊണ്ട് തന്നെ വിവിധ ഇനങ്ങളിലുള്ള പച്ചക്കറികളാണ് ഓരോ കാലത്തിനനുസരിച്ച് കൃഷി ചെയ്യാറുള്ളത്. വെള്ളം വേണ്ടുവോളമുള്ളതിനാൽ പാടം പച്ചപ്പണിഞ്ഞു തന്നെ നിലനിർത്താൻ സാധിക്കുന്നുണ്ട്. 15 കിൻഡലോളം വെള്ളരിയാണ് ഈ സീസണിൽ വിളവെടുത്തത്. ഇതിൽ 8 കിൻഡലോളം വിറ്റ് കഴിഞ്ഞു. ചീര, വെണ്ട, വെള്ളരി, കക്കിരി, വഷള, വഴുതനങ്ങ തുടങ്ങിയവയാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത്. ഇതോടൊപ്പം റബ്ബറുമുണ്ട്. കൃഷിയോട് താല്പര്യമുള്ള ഭാര്യയും അമ്മയും സഹായത്തിനായി ഒപ്പമുണ്ട്. എങ്കിലും പാടത്തെ പണിക്കായി പണിക്കാരെ കിട്ടാത്ത അവസ്ഥയുമുണ്ട്. വർഷത്തിൽ 2 തവണയാണ് നെൽകൃഷി ചെയ്യാറ്. ജൈവ പച്ചക്കറി തന്നെയാണ് അധികവും കൃഷി ചെയ്യാറുള്ളത്. നല്ലൊരു ക്ഷീരകർഷകൻ കൂടിയാണ് ഹരീഷ്. കൃഷിഭവന്റെയും കൃഷി ഓഫീസറുടെയും ഉപദേശവും സഹായവും വലിയ പിന്തുണയാണ് നൽകുന്നതെന്ന് ഹരീഷ് പറയുന്നു. അത് 2 കട്ട് ചെയ്യും. വേനൽ കൃഷി ഇത് മഴ ആധാരത്തിൽ അങ്ങനെ 2 ആക്കും. വേനൽ കൃഷി നമ്മുടെ വയൽ പ്രദേശം ഇത്. അപ്പോൾ ഇവിടെ ഒരു സർന്നിപ്പിന്ന് സ്റ്റാർട്ടാക്കും. അപ്പോൾ ഇവിടെ മറവായിട്ട് ഇതാക്കും. നമുക്ക് മെയ് ജൂൺ വരെ ഇവിടെ നമുക്ക് വിളവെടുക്കാം. അത് കഴിഞ്ഞിട്ട് വന്നപ്പോൾ നമ്മൾ മുകളിലോട്ട് വീട്ടിൻ്റെ സൈഡിലെല്ലാം ആക്കും. മിറ്റക്കണക്കത്തും ആക്കും. പിന്നെ അവിടെ കുറച്ച് സ്ഥലമുണ്ട്. അങ്ങനെ അടക്കണക്കുന്ന സ്ഥലത്ത് ഹയ്യസ്റ്റ് കൊക്കമ്പർ ആക്കും നമ്മൾ മഴക്കാലത്ത്. അത് സെയിലെല്ലാം നമ്മൾ ഉപ്പള ചെയ്യും. ഉപ്പളത്ത് നമുക്ക് അവിടെ ഹോൾസെയിൽ കട നമുക്കിവിടെ വർഷത്തിലൊരിക്ക കൃഷിഭവൻ അയക്കുന്നു. കൃഷിഭവൻ്റെ ആയിട്ട് അതേമാതിരി അവിടെ കൃഷിഭവനിൽ വർഷത്തിലൊരിക്ക ഓണച്ചന്തെല്ലാം ആക്കും. അപ്പോൾ നമ്മൾ നല്ല തരക്കാരെല്ലാം ഇഷ്ടമാതിരി എടുക്കും. നല്ല ഡിമാൻഡുണ്ട്. അപ്പോൾ സർക്കാർ നമുക്ക് നല്ലൊരു വില കൊടുത്തിട്ട് കർഷകന് സപ്പോർട്ടാക്കുന്നു. കൃഷി ഓഫീസറും അങ്ങനെ നമുക്ക് സഹായമാണ് നമുക്ക് ചെയ്തു തരും. പിന്നെ ഞങ്ങൾക്ക് സാറിൻ്റെ വീട്ടിൽ അച്ഛനുണ്ട്. പിന്നെ ഉപ്പളയിലെ ചന്തയിലെത്തിച്ചാണ് പച്ചക്കറികൾ വിൽപ്പന ചെയ്യുന്നത്. നേരിട്ടെത്തി പച്ചക്കറി വാങ്ങുന്നവരുമുണ്ട്. കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന ഹരീഷിന്റെ അച്ഛൻ നല്ലൊരു കർഷകൻ കൂടിയായിരുന്നു.